السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من الجوع فإنه بئس الضجيع. رواه أبو داود وصححه الشيخ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ ഒരു സത്യവിശ്വാസി വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും മനഃപ്പാഠമാക്കുകയും ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നൊരു ദുആയാണ് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിലെ 1547 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസിലുള്ളത് വിശുദ്ധ പണ്ഡിതൻ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ ഇത് സഹീഹായി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. എന്താണ് ദുആയിലുള്ള പ്രാധാന്യം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനൽ ജുഅഇ, വിശപ്പിൽ നിന്നും. വിശപ്പിനെ തൊട്ട് കാവൽ ചോദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വിശപ്പും പട്ടിണിയും ഒക്കെ പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു നമുക്കൊക്കെ മനഃപ്പാഠമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ. ഇന്ന് നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമായി നൽകിയ പരിശുദ്ധമായ റമളാനിലൂടെ കടന്നു പോകുമ്പോൾ ആ വിശപ്പിന്റെ വില എന്താണ് എന്ന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. വയറ് വിശന്നാൽ മനുഷ്യൻ തളരും, ദുർബലനാകും, മനോനില തെറ്റും, എന്തിനും തയ്യാറാകും, എന്തും ചെയ്തു പോവുകയും ചെയ്യും. ഒരു വേള ഇബാദത്തിൽ നിന്ന് പോലും മനുഷ്യൻ മാറി ചിന്തിക്കും. നമുക്കൊക്കെ അറിയാവുന്ന ചെറിയ സൂറത്താണുള്ള 106-ാമത്തെ സൂറത്തുൽ ഖുറൈശ്. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ് ഫലയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഈ ഭവനത്തിന്റെ, അതായത് കഅബയുടെ രക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ട് ശേഷം 3ഉം 4ഉം അവസാനത്തെ ആയത്തുകളിൽ പറഞ്ഞതാ അല്ലദീ അത്അമഹും മിൻ ജൂഅ, അതായത് വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകുകയും വആമനഹും മിൻ ഖൗഫ്, നിർഭയത്വം നൽകുകയും ചെയ്തവനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വിശപ്പിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുമ്പോൾ സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ള വിഭവം ഉണ്ടായിരുന്നോ? ആഹാരത്തിന്റെ അന്നം വാങ്ങിക്കാൻ വേണ്ടി പ്രവാചകൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അതോ പ്രവാചകന്റെ കളപ്പുരയിലേക്ക് നിർബാധം ആഹാരം ഒഴുകിയെത്തിയിരുന്നോ എന്നൊക്കെ പരിശോധിച്ചാൽ ഇല്ലെന്നാണ് മറുപടി. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാപരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുവെങ്കിൽ അതിന്റെ ദുരന്ത വ്യാപ്തി എത്രയാണ് എന്ന് നമുക്കറിയാം. പള്ളക്ക് വിശന്നാൽ പിന്നീട് പ്രയാസങ്ങൾ ഏറി വരും. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ ആ ദുആ ചെയ്യേണ്ടുന്ന അവസ്ഥയിലല്ലെങ്കിൽ പോലും നാളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 1 സെക്കൻഡ് കൊണ്ടാണ് ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന റബ്ബ് ഈ ദുനിയാവിന്റെ നിയന്ത്രണം കൊണ്ടു നടക്കുന്നത് എങ്കിൽ ഒരു വേള ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാവുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ബലാവും മുസീബത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ ഉള്ള ത്രാണി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരാളുടെ മുൻപിൽ കൈനീട്ടാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു തുണിക്ക് വേണ്ടി, മറ്റുതര ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാതെ ജീവിക്കുവാനുള്ള സ്വാശ്രയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വന്ന പാകപ്പിഴവുകളെല്ലാം അള്ളാഹു പരിഹരിച്ച് മാപ്പാക്കി ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവശത കൊണ്ട് പ്രയാസപ്പെടുന്നവരും മറ്റിതര പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരുമായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവനവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ജീവിതത്തിന്റെ മേഖലകളിൽ ഒക്കെ കൈവരിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതാന്ത്യം വരെ മുത്തഖീകളായി തുടരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും കുറ്റമറ്റതായി അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റയ്യാൻ എന്ന നോമ്പുകാരുടെ സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവശേഷിക്കുന്നതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും സ്വഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അത് ഉപകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല രൂപത്തിൽ അത് നിർവഹിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.